തീർച്ചയായും ഒരു സമാധാന വാർത്തയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല നിലയിൽ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. പുതിയ ബ്ലോക്കിലേക്ക്, അടുത്ത ബ്ലോക്കിലേക്ക് വരാതിരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. അതിന് പിന്നെ നമ്മുടെ ഫയർഫോഴ്സ് സംവിധാനം പ്ലാൻ ചെയ്ത പോലെ എല്ലാവരും ചേർന്ന് നടത്തിയ സഹകരണം, കോഴിക്കോട്ടെ രക്ഷാപ്രവർത്തകർ എല്ലാവരും, പോലീസും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നല്ല സഹകരണം ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടായത് ഉൾപ്പെടെ പരിഹരിച്ച് ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രിച്ച മട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം അടിച്ച് കെട്ടിടത്തിനകത്തേക്ക് കയറ്റാൻ പറ്റിയില്ല. അതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെ ചില ഷീറ്റുകളുണ്ടായിരുന്നു. അതെല്ലാം JCB വെച്ച് പൊളിച്ചു മാറ്റി പിന്നീടുള്ള ഘട്ടത്തിലെല്ലാം അങ്ങോട്ട് വെള്ളം അടിച്ച് ഏതാണ്ട് പൂർത്തീകരിച്ച മട്ടിലാണത്. മധ്യഭാഗത്ത് ഇപ്പോൾ കുറച്ച് ഉള്ളതായി കാണുന്നു. എന്നാലും നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക ഇപ്പം എന്തായാലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഡെപ്യൂട്ടി മേയർ, ഇപ്പോൾ നമ്മളൊരു റൂറൽ ഏരിയയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായാൽ അത് കെടുത്തുന്നതിന് ആണ് പൊതുവെ വലിയ ബുദ്ധിമുട്ടൊക്കെ പറയുക. ഇത് നഗരമധ്യത്തിൽ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ കോംപ്ലക്സിലുള്ള ഒരു കെട്ടിട യുദ്ധത്തിൽ കത്തി 4 മണിക്കൂർ വേണ്ടി വരിക നിയന്ത്രണ വിധേയമാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ പോരായ്മയല്ലേ എന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പിന്നെ മെറ്റീരിയൽ, ഇപ്പോൾ തീപിടിക്കപ്പെട്ടതിൻ്റെ അകത്ത് ടെക്സ്റ്റൈൽ യൂണിറ്റുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ കെമിക്കൽ മെഡിസിൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ തീപിടുത്തമുണ്ടായി. പല തരത്തിലുള്ള കെട്ടിടങ്ങളിലാണ്, ഷോപ്പുകളിലും യൂണിറ്റുകളിലാണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ആളിപ്പടരുന്ന തീയുടെ പ്രത്യേകത ഇതിന് സമയദൈർഘ്യം ഉണ്ടാകുന്നു, ഉദ്ദേശിക്കുന്ന രീതിയിൽ പറ്റുന്നില്ല, മറ്റു ചില തടസ്സങ്ങളുണ്ടായി എന്നുള്ളതാണ്. തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രത്തോളാണ്, അതിന്റെ സാങ്കേതികവും വിശദാംശങ്ങളും ഫയർഫോഴ്സിന്റെയും മറ്റു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും മണിക്കൂർ കണക്കിന് നല്ല ശ്രമം നടത്തിയിട്ടാണ് ഇതിനെങ്കിലും എത്തിയിട്ടുള്ളത്. ബീച്ച് ഫയർ സ്റ്റേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നു പറഞ്ഞു, പക്ഷെ അത് നടന്നിട്ടുമില്ലല്ലോ. അത് സാങ്കേതികമാണ്. പക്ഷേ ഫയർ യൂണിറ്റിന്റെ പ്രവർത്തനത്തിനൊക്കെ വേണ്ടി ഇപ്പോൾ പാളയത്തേക്ക് പുതിയ ഒരു സാറ്റലൈറ്റ് യൂണിറ്റിന്റെ പ്രവർത്തനം നടന്നു വരുന്നു. സ്ഥലം കണ്ടെത്തൽ കഴിഞ്ഞു. തീർച്ചയായും നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഫയർഫോഴ്സിന്റെ സംവിധാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള അഭിപ്രായത്തോടൊന്നും അഭിപ്രായത്തില്ല. പക്ഷേ ഫയർഫോഴ്സ് സംവിധാനത്തിന്റെ തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല ഇപ്പോൾ തീപിടുത്തത്തിന്റെ ഈ സമരത്തിലുള്ള ദൈർഘ്യമുണ്ടായത്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് വലിയൊരു സേന അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡെപ്ത് നോക്കി ഇവിടെ യൂണിറ്റുകളുടെ ലഭ്യതയും, ഇപ്പോൾ ഒരു യൂണിറ്റ് കോഴിക്കോട് സിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.